ഇന്ന് മകരവിളക്കാണ്. തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയിൽ മകരജ്യോതി തെളിയും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായത്. ശ്യാം ചേരുകയാണ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്യാം, ഈ മകരവിളക്കിന്റെ പുലരിയിൽ സന്നിധാനത്തെ വിശേഷങ്ങൾ എന്താണ്? തിരക്കുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് മകരവിളക്കിനായിട്ടുള്ള ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ദർശന പുണ്യം തുകരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കിഴക്കൻ ചക്രവാളത്തിൽ വൈകിട്ട് 6:30 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നതോടുകൂടി തന്നെ ഒരു ആഴ്ചക്കാലം നീണ്ടുനിന്ന അല്ലെങ്കിൽ ഒരാഴ്ച കാലം നീണ്ടുനിന്ന ഒരു ദർശന പുണ്യത്തിനാണ് പരിസമാപ്തി കുറിക്കുന്നത്. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പുലർവേളയിൽ പോലും തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാ കണ്ണുകളും കിഴക്കൻ ചക്രവാളത്തിലെ ആ പൊന്നമ്പലമേട്ടിലേക്ക് അവിടെ തെളിയുന്ന മകരജ്യോതി കാണാൻ ഉള്ള കാത്തിരിപ്പിലാണ്. എല്ലാവരും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ഒരേ താളത്തോടു കൂടി തന്നെ ഒരേ ശർണ്ണംവിളിയോടുകൂടി തന്നെ ആ കിഴക്കൻ ചക്രവാളത്തിലെ ആ മകരജ്യോതിയും മകരവിളക്ക് ദർശിക്കാനുള്ള കാത്തിരിപ്പിൽ എന്തായാലും 2 ദിനം മുമ്പ് തന്നെ ഓരോരുത്തരും ഇവിടെ വന്ന് തമ്പടിക്കുകയും അവരുടെ ദർശന പുണ്യം നുകരാനായിട്ടുള്ള ആ ഒരു സായുജ്യത്തിൻ്റെ ആ ഒരു ആകാംക്ഷയിൽ കൂടിയാണ് തീർത്ഥാടകരെല്ലാവരും. രാവിലെയുള്ള പുലർക്കാല ദൃശ്യങ്ങളാണിതുള്ളത്. രാവിലെ തന്നെ നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെടുന്നത്. 18ാം പടി കയറുന്ന ഓരോ തീർത്ഥാടകനും ഇവിടെ എത്തുമ്പോഴേക്കും ആ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ മകരവിളക്ക് കാണാനും മകരജ്യോതി ദർശിക്കാനുമായിട്ടുള്ള ആ കാത്തിരിപ്പിൽ തന്നെയാണ്. പുലർച്ചെ 2:46 മകരസംക്രമ പൂജ നടന്നിരുന്നു. ഇത്തവണ പുലർച്ചെ 2:46 മകരസംക്രമ പൂജ. തുടർന്ന് മകരസംക്രമ അഭിഷേകവും നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ് കൊണ്ട്, പ്രത്യേക ദൂതൻ മുഖേന എത്തിച്ച നെയ് കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ടായിരുന്നു സംക്രമാഭിഷേക പൂജകൾക്ക് തുടക്കമാകുകയും ചെയ്തത്. എന്തായാലും ഈ പൂജാ ചടങ്ങുകളെല്ലാം തന്നെ, ഇന്നത്തെ പൂജാ ചടങ്ങുകളെല്ലാം തന്നെ 12 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിനുശേഷം പ്രത്യേക പൂജാ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രനട അടയ്ക്കും. ഇതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും ക്ഷേത്രനട തുറക്കുക. ഇതിന് പിന്നാലെ തിരുവാഭരണ പേടകവാഹക സംഘത്തെ സ്വീകരിച്ചാനയിക്കാനുള്ള സംഘം ശരംകൊത്തിയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. ശരംകൊത്തിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും സന്നിധാനത്തേക്ക് തിരുവാഭരണ പേടകവാഹക സംഘം എത്തിച്ചേരുക. ഇതിന് 18ാം പടിക്ക് മുകളിൽ വെച്ചുകൊണ്ട് തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് തിരുവാഭരണ പേടകവാഹക സംഘത്തെ സ്വീകരിക്കുകയും ചെയ്യും. ഈ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണമായ 1ാം പെട്ടി നേരെ ശ്രീകോവിലിലേക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കൊണ്ടുപോവുകയും അവിടെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ 6:30 ദീപാരാധന നടക്കും. ആ ദീപാരാധന നടക്കുന്ന സമയത്ത് തന്നെയായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുകയും ചെയ്യുക. ഒപ്പം മകരജ്യോതി തെളിയുകയും ചെയ്യും. ഇങ്ങനെ വളരെ ഒരു ആകാംക്ഷയോടുകൂടി ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സ്വർണ്ണമലയോടുകൂടി അയ്യപ്പന്മാർ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ കാഴ്ച, മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത്. എന്തായാലും സന്നിധാനവും പരിസര പ്രദേശങ്ങളുമെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഈ ഒരു അഭൂതപൂർവമായ തിരക്ക് തന്നെയുണ്ട്. വളരെ പരിമിതമായ നിയന്ത്രണങ്ങൾ പോലും, അതായത് വെർച്വൽ ക്യൂവിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വളരെയധികം തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തീർത്ഥാടകരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയാൽ പോലും അവർക്കൊരു ദർശന സൗകര്യം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഒരിക്കലും ദേവസ്വം ബോർഡ് എത്തില്ല എന്ന് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ നൽകാൻ ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. ഇനി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി തന്നെ വിവിധ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അന്നദാനവും അടക്കം കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിവിധ ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ഏകോപനവുമെല്ലാം ഉണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ മകരസംക്രമ പൂജ കഴിഞ്ഞിരിക്കുന്നു. മകരസംക്രമ അഭിഷേകവും കഴിഞ്ഞു. ഇനിയുള്ള എല്ലാ കണ്ണുകളും ഇനി കിഴക്കൻ ചക്രവാളത്തിലെ പൊന്നമ്പലമേട്ടിൽ തിരിയുന്ന ആ മകരവിളക്ക് ദർശിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ആ ദർശന നുകർന്ന ശേഷം വളരെ വേഗത്തിൽ തന്നെ മലയിറങ്ങാനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും ഓരോ തീർത്ഥാടകനും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് പോലീസും വളരെ വിശദമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. തീർത്ഥാടകർക്ക് വളരെ സുഗമമായി പമ്പയിൽ എത്തിച്ചേരാനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ വകുപ്പുകളെല്ലാം തന്നെ ചേർന്ന് നടത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ
ഒരു പരാതി രഹിത ഒരു തീർത്ഥാടന കാലമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും നൽകിയിരിക്കുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അടയ്ക്കുന്ന ക്ഷേത്രനട വൈകിട്ട് 5 മണിക്ക് തുറക്കുകയും ചെയ്യും. 5 മണിക്ക് തുറന്നതിന് ശേഷമായിരിക്കും മറ്റ് പൂജാ ചടങ്ങുകളൊന്നുമില്ല. ഇതിനുശേഷം മറ്റ് പൂജാ ചടങ്ങുകൾക്ക് ശേഷം തിരുവാഭരണ പേടക വാഹന സംഘത്തെ നയിക്കുക. എന്തായാലും നമ്മളോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. ഇന്ന് വളരെ എല്ലാവിധ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഓരോ തീർത്ഥാടകരും. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും വലിയൊരു പ്രതീക്ഷയിലാണ്. തൻവർഷത്തെ മകരവിളക്ക് അടിയന്തരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ സജ്ജീകരണങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇതര ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി അദ്ദേഹം നേരിട്ട് ഹാജരായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും നിർദ്ദേശങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടുന്ന അവർ ദേവസ്വം ബോർഡ് ഹെഡ്സ് ഇവിടെ നേരിട്ട് ഹാജരായി ദിവസങ്ങൾക്ക് മുമ്പായി നേരിട്ട് ഹാജരായി നിർദ്ദേശങ്ങൾ നൽകി എല്ലാ സജ്ജീകരണവും തൻവർഷത്തെ മകരവിളക്ക് അടിയന്തരത്തിൻ്റെ പൂർണ്ണമായ വിജയത്തിന് ഉള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നിലവിൽ സ്പോട്ട് ബുക്കിംഗ് നമ്മൾ ഒരു തിരക്ക് കണക്കിലെടുത്ത് നേരത്തെ നിർത്തുകയും ചെയ്തു. വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം അടക്കം വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വെർച്വൽ ക്യൂ നിർത്തി നോക്കിയാൽ അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതായത് ഏതാണ്ട് ഒരു 10-ാം തീയതിക്ക് ശേഷം വരുന്ന അയ്യപ്പന്മാർ തിരിച്ചിറങ്ങാതെ വിവിധ ഭാഗങ്ങളിലേക്ക് കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഭരിച്ചു. അവർക്ക് അറിയാം, അയ്യപ്പന്മാർക്ക് അറിയാം ദർശനം എവിടെ ലഭിക്കും, മകരജ്യോതി ദർശനം അതിൻ്റെ ഭാഗമായി തമ്പടിച്ചിരിക്കുന്നുണ്ട്. അപ്പം പറയുമ്പം നിലവിൽ കയറുന്നത് കുറവാണെന്നെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ദർശനം സന്നിധാനത്ത് അതിൽ കൂടുതൽ അയ്യപ്പന്മാരുണ്ടാവും. ഇത്രയധികം തീർത്ഥാടകർ ഇവിടെ തമ്പടിക്കുമ്പോഴും വളരെ ഒരു പരാതിരഹിത ഒരു തീർത്ഥാടന കാലമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിരിക്കും. അതിൽ വളരെയധികം ഒരു സന്തോഷവും ചരിതാർത്ഥ്യവും. തീർച്ചയായും അത് അയ്യപ്പൻ്റെ കടാക്ഷം. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് അയ്യപ്പന്മാർ പോകുന്ന അയ്യപ്പൻ്റെ കടാക്ഷമാണ്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇതര ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം, പിന്നെ മുൻ വർഷത്തെ ക്രമം തന്നെ ഇതര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സഹായം, പ്രത്യേകിച്ച് പോലീസിൻ്റെ സഹായം ഫുൾ സ്ട്രെങ്ത് ഇട്ട് ആണ് അത് തൻവർഷത്തെ ചെയ്യുന്നത്. അതിന് എല്ലാ തൻവർഷത്തെ മഹോത്സവം, മകരജ്യോതി ദർശനം, മകരവിളക്ക് ദർശനം എല്ലാ രീതിയിലും എല്ലാ അയ്യപ്പന്മാർക്കും ഒരു അനുഭവമായി തന്നെ തരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ ഒരു മണ്ഡല കാലം കഴിഞ്ഞു, മകരവിളക്ക് തീർത്ഥാടന കാലം അവസാനിക്കാൻ പോകുന്നു. ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് വരുന്നു. ഇത്രത്തോളം ആകുമ്പോൾ ദേവസ്വം ബോർഡിന് ഒരു വലിയ പ്രതീക്ഷ തന്നെയല്ലേ? 16-ാം തീയതി കഴിഞ്ഞിട്ടായാലും കൂടുതൽ തീർത്ഥാടകർ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുമെന്നുണ്ടോ? 16-ാം തീയതി, അതായത് 15 മകരവിളക്ക് ഇന്നേ ദിവസം കഴിഞ്ഞാലും 20-ന് നട അടയ്ക്കുന്ന ദിവസം വരെ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ നന്ദി. ഇത്തരത്തിൽ വളരെയധികം ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രതികരണമാണ് ഈ കേട്ടത്. അതിനാൽ തന്നെ ഇതിലും ഓരോ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ഏകോപനങ്ങളും ചുമതലകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെയോടുകൂടി തന്നെ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 18-ാം പടിയിലും അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഓരോ തീർത്ഥാടകനും ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും എത്രയും വേഗം സ്വാമി ദർശനം സാധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകര വിളക്ക് തെളിയാനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ആ ദർശന സൗകര്യം നുകർന്നുകൊണ്ട്, പുണ്യം നുകർന്നുകൊണ്ട് മലയിറങ്ങാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഓരോ തീർത്ഥാടകനും. ആ ഒരു മണിക്കൂറുകൾക്ക് വേണ്ടിയാണ് ഇനി സന്നിധാനവും പരിസര പ്രദേശങ്ങളും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും രാവിലെ പുലർച്ചയോടുകൂടി തന്നെ മകരസംക്രമ അഭിഷേകം കഴിഞ്ഞിരിക്കുന്നു. സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ആ ഒരു രാശിയിലേക്ക് മാറുന്ന വളരെ നല്ല മുഹൂർത്തത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ 2:46-ന് മകരസംക്രമ പൂജ നടന്നത്. ഇനി 2:46-ന് ശേഷം മകരസംക്രമ അഭിഷേകവും നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ദൂതൻ മുഖേന എത്തിച്ച നെയ്യ് ഉപയോഗിച്ചായിരുന്നു ഈ അഭിഷേക ചടങ്ങുകൾ നടന്നത്. ഇപ്പോഴും നെയ്യഭിഷേക ചടങ്ങുകൾ ഉള്ളിൽ തുടരുകയാണ്. അയ്യപ്പ ദർശനത്തിനായി ഇനി ഈ 18-ാം പടി കയറി എത്തുന്ന ഓരോ തീർത്ഥാടകരും സ്വാമി ദർശനം നുകർന്നതിന് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരവിളക്കും ദർശിക്കാനുള്ള കാത്തിരിപ്പിലാണ്. മനു. ശരി ശ്യാമപ്രസാദ്, ശ്യാമാണ് ഈ വിശദമായ വിവരങ്ങൾ നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകിയത്.
മകരവിളക്കിന് കാത്തിരിക്കുകയാണ് സന്നിധാനം. അയ്യപ്പന്മാർ അവരുടെ വ്രതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക്, ഒപ്പം തന്നെ ആകാശത്ത് മകരസംക്രമ സന്ധ്യയിൽ മകരജ്യോതിയും തെളിയുമ്പോൾ അങ്ങനെ ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ഏതായാലും സന്നിധാനത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര, അയ്യപ്പന് ചാർത്ത് ദീപാരാധന നടത്താനുള്ള തിരുവാഭരണങ്ങളുമായിട്ടുള്ള ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. ദേവസ്വം മന്ത്രിയൊക്കെ ഉണ്ട്. എല്ലാവരുടെ നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിക്കും. അതിനുശേഷം ദീപാരാധനയും മകരവിളക്കും മകരജ്യോതിയും ഒക്കെ കണ്ട് അയ്യപ്പന്മാർ മലയിറങ്ങുന്നതോടുകൂടി ഒരു വലിയ അവരുടെ ഒരു കാത്തിരിപ്പിനാണ് അവസാനമാവുക. ഏതായാലും സുഖകരമായ ഒരു തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നു. ചില ദിവസങ്ങളിൽ ചില തിരക്കുകൾ മൂലമുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ തീർത്ഥാടന കാലം ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു എന്ന് പറയാതെ വയ്യ. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും സന്നിധാനത്ത് ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് വരും സമയങ്ങളിലൊക്കെ മകരവിളക്കിന്റെയും സന്നിധാനത്തിന്റെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.